വെൽക്കം ടു ഇൻഡസ് ടോക്സ്. നമുക്കിന്ന് CPT എൻഡോക്രൈൻ സിസ്റ്റത്തിലെ ഗൈഡ് ലൈൻ ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഡയബറ്റീസ് വിത്ത് ഹൈപ്പർഗ്ലൈസിമിയ ഡ്യൂ ടു കുഷിംഗ് സിൻഡ്രം, പേഷ്യന്റ് ഹാസ് ബീൻ ഓൺ ഇൻസുലിൻ ഫോർ ദി ലാസ്റ്റ് ഇയർ. ക്വസ്റ്റ്യനിൽ പേഷ്യന്റിന് ഡയബറ്റീസ് ഉണ്ട്, അതിൻ്റെ കൂടെ ഹൈപ്പർഗ്ലൈസീമിയ ഉണ്ട്. ഹൈപ്പർഗ്ലൈസീമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡിൽ ഷുഗറിന്റെ ലെവൽ കൂടി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ഡ്യൂ ടു കുഷിംഗ് സിൻഡ്രം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇതൊരു സെക്കൻഡറി ഡയബറ്റീസ് ആണ്. ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ, ഒരു കണ്ടീഷൻ കാരണം ഉണ്ടാകുന്ന ഒരു സെക്കൻഡറി ഡയബറ്റീസ്. ഓക്കെ, പിന്നെ പേഷ്യന്റ് ലാസ്റ്റ് ഇയർ ആയിട്ട് കഴിഞ്ഞ വർഷം മുതൽ ഇൻസുലിൻ യൂസ് ചെയ്യുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾക്ക് ഏത് കൊടുക്കണം? ഫസ്റ്റ് E24.9 വരും, അതായത് കുഷിംഗ് സിൻഡ്രത്തിന്റെ അണ്ടർലൈങ് കണ്ടീഷൻ വേണം നമ്മൾ ആദ്യം കോഡ് കൊടുക്കാൻ. അതിനുശേഷം E08.65, അതായത് ഡയബറ്റീസ് മെലിറ്റസ് ഡ്യൂ ടു അണ്ടർലൈങ് കണ്ടീഷൻ വിത്ത് ഹൈപ്പർഗ്ലൈസീമിയ. മൂന്നാമതായിട്ട് ഇവിടെ എന്താണ്? ഇൻസുലിന് ലാസ്റ്റ് ഇയർ ആയിട്ട് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് Z79.4 കൊടുക്കാം, ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിൻ. ഓക്കെ, പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ടെമ്പററി ആയിട്ട് വളരെ കുറച്ച് ടൈമിന് വേണ്ടിയിട്ടോ ടെമ്പററി ആയിട്ടോ എങ്ങാനും ഇൻസുലിൻ യൂസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ Z79.4 കൊടുക്കാൻ പറ്റില്ല. അത് എന്താണ്, ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യണം. അതിനാണ് നമ്മൾ Z79 ആ കാറ്റഗറി യൂസ് ചെയ്യുന്നത്. A patient complained of pain in her feet. She has diabetes and diagnosed with diabetic related neuropathy. ഇവിടെ പേഷ്യന്റിന് ഫീറ്റിൽ പെയിൻ ഉണ്ട്. ഇവിടുത്തെ ഡയഗ്നോസിസ് എന്താണ്? ഡയബറ്റിക് റിലേറ്റഡ് ന്യൂറോപ്പതി. ഒരു ഡെഫിനറ്റീവ് ഡയഗ്നോസിസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് വേണം കോഡ് ചെയ്യാൻ. ഓക്കെ, പെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു സിംറ്റം ആണ്, അപ്പോൾ പെയിന് നമ്മൾ കോഡ് ചെയ്യണ്ട. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് കോമ്പിനേഷൻ കോഡ് അവൈലബിൾ ആണെങ്കിൽ നമ്മൾ അത് യൂസ് ചെയ്യണം. നമുക്കിവിടെ കോമ്പിനേഷൻ കോഡ് അവൈലബിൾ ആണ്, അതായത് E11.40 ടൈപ്പ് 2 DM വിത്ത് ഡയബറ്റിക് ന്യൂറോപ്പതി അൺസ്പെസിഫൈഡ്. ഇവിടെ ടൈപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ടൈപ്പ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഡയബറ്റീസിന്റെ ടൈപ്പ് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടൈപ്പ് 2 വേണം എടുക്കാൻ വേണ്ടിയിട്ട്, ഡിഫോൾട്ട് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വിത്ത് ഡയബറ്റിക് ന്യൂറോപ്പതി അൺസ്പെസിഫൈഡ് നമുക്ക് കോഡ് കൊടുക്കാം. A 58-year-old patient presents for a follow-up office visit after undergoing a total pancreatectomy 6 months ago. The physician documents that the patient now has diabetes mellitus secondary to the pancreatectomy and is on daily insulin therapy. ഈ ക്വസ്റ്റിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പേഷ്യന്റിന് 6 months എഗോ ഒരു പാങ്ക്രിയക്ടക്ടമി നടത്തിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അതിന് സെക്കൻഡറി ആയിട്ട് ഡയബറ്റീസ് മെലിറ്റസ് വന്നിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇൻസുലിൻ തെറാപ്പിയിലാണ് ആ ഒരു പേഷ്യന്റ്. ഇതിൽ ഫസ്റ്റ് കോഡ് വരാം E13.9 അതർ സ്പെസിഫൈഡ് DM വിത്തൗട്ട് കോംപ്ലിക്കേഷൻ. ഇവിടെ വേറെ കോംപ്ലിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇനി രണ്ടാമതായിട്ട് E89.1 പോസ്റ്റ് പ്രൊസീജിയറൽ ഹൈപ്പോ ഇൻസുലിനീമിയ. മൂന്നാമതായിട്ട് ഇവിടെ എന്താണ്? പേഷ്യന്റിന് ടോട്ടൽ പാങ്ക്രിയാസ് ആബ്സെന്റ് ആണ്, അതുകൊണ്ട് Z90.410 അക്യൂർഡ് ടോട്ടൽ ആബ്സെൻസ് ഓഫ് പാങ്ക്രിയാസ്. പിന്നെ നാലാമതായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ ഡെയിലി ഇൻസുലിൻ തെറാപ്പി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ Z79.4 കൊടുക്കുക, ലോങ് ടേം യൂസ് ഓഫ് ഇൻസുലിന്റെ കോഡ്. ഇപ്പോൾ ഓറൽ ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ് ആണോ അല്ലെങ്കിൽ ഇഞ്ചെക്റ്റബിൾ ഇൻസുലിൻ ആണോ എന്നൊക്കെ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഈ ഇഞ്ചെക്റ്റബിൾ ഇൻസുലിൻ്റെതായിട്ടുള്ള കോഡ് കൊടുക്കണം, അതായത് Z79.4. പിന്നെ മുമ്പത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട് നമ്മൾ E89.1 ആയിരുന്നു ആദ്യം കൊടുത്തിരുന്നത്, മുമ്പത്തെ ഗൈഡ് ലൈൻസ് അനുസരിച്ചിട്ട്. പക്ഷെ ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ് നോക്കുമ്പോൾ E13.9 ആണ് ആദ്യം കൊടുക്കുക, അതിനുശേഷമാണ് ഈ പറഞ്ഞ ഓർഡറിൽ വരിക കേട്ടോ. A 62-year-old patient presents for an initial visit with the symptoms of polyuria and excessive thirst. The physician diagnoses diabetes mellitus induced by corticosteroid therapy for asthma. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പേഷ്യന്റിന് ഇപ്പോൾ ഉള്ള സിംറ്റംസ് എന്തൊക്കെയാണ്? പോളിയൂറിയ, അതുപോലെ എക്സസീവ് തേഴ്സ്റ്റ് ഒക്കെ ഉണ്ട്. ഫിസിഷ്യൻ എന്താണ് ഡയഗ്നോസിസ് ചെയ്തത്? ഡയബറ്റീസ് മെലിറ്റസ് ഇൻഡ്യൂസ്ഡ് ബൈ കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അഡ്വേഴ്സ് എഫക്റ്റ് ഓഫ് കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പിയാണ്. ഈ ഒരു കോർട്ടിക്കോസ്റ്റീറോയിഡ് തെറാപ്പി എന്തിനാണ് പേഷ്യന്റ് ചെയ്തിട്ടുള്ളത്? ആസ്മയ്ക്ക് വേണ്ടിയിട്ട്, ആസ്മയുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട്.
ഇവിടെ സെക്കൻഡറി ഡയബറ്റിസ് മെലിറ്റസ് ആണ് പറഞ്ഞിട്ടുള്ളത്, ഇൻഡ്യൂസ്ഡ് ബൈ ഡ്രഗ് ഓർ കെമിക്കൽ. ഓക്കെ, ഇവിടെ കോർട്ടിക്കോസ്റ്റീറോയിഡിന്റെ അഡ്വേഴ്സ് എഫക്ട് കാരണമാണ് ഇവിടെ ഡയബറ്റിസ് മെലിറ്റസ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അഡ്വേഴ്സ് എഫക്ട് ആയതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് കൊടുക്കാം, E09.9 ഡ്രഗ് ഓർ കെമിക്കൽ ഇൻഡ്യൂസ്ഡ് ഡയബറ്റിസ് മെലിറ്റസ്. രണ്ടാമതായിട്ട് നമുക്ക് എന്ത് കൊടുക്കാം, അഡ്വേഴ്സ് എഫക്റ്റിന്റെ കോഡ് കൊടുക്കാം. അഡ്വേഴ്സ് എഫക്ട് ഓഫ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ് ആൻഡ് സിന്തറ്റിക് അനലോഗ്സ് ഇനീഷ്യൽ എൻകൗണ്ടർ. ആദ്യത്തെ എൻകൗണ്ടർ ആണ്. ഏത് എൻകൗണ്ടർ ആണ് എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഇനീഷ്യൽ എൻകൗണ്ടർ വേണം കോഡ് ചെയ്യാൻ. അപ്പോൾ രണ്ടാമത്തെ കോഡായിട്ട് T38.0X5A വരും. ഇനി മൂന്നാമത്തെ കോഡായിട്ട് ഇവിടെ എന്തുണ്ട്, പേഷ്യന്റിന് ആസ്മയുണ്ട്. അപ്പൊ ആസ്മയുടെ കോഡായിട്ടുള്ള J45.909 അൺസ്പെസിഫൈഡ് അൺകോംപ്ലിക്കേറ്റഡ് ആസ്മക്കും കോഡ് കൊടുക്കാം. ഇനി അഡ്വേഴ്സ് എഫക്റ്റിന് പകരം പോയിസണിങ് ആണ് പറയുന്നത് എന്നുണ്ടെങ്കിൽ പോയിസണിങ്ങിന്റെ കോഡ് ആദ്യം കൊടുക്കുക. അതായത് T36 മുതൽ T65 വരെയുള്ള കാറ്റഗറിയിൽ നിന്ന്. രണ്ടാമതായിട്ട് നമ്മൾ DMന്റെ കോഡ്, അതായത് E09 കാറ്റഗറി കോഡ് കൊടുക്കുക. മൂന്നാമതായിട്ട് എന്തെങ്കിലും ലോങ് ടൈം യൂസ് ഓഫ് ഇൻസുലിൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ Z79 യൂസ് ചെയ്യുക. പിന്നെ അഡ്വേഴ്സ് എഫക്റ്റ് ആണോ പോയിസണിങ് ആണോ എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വേഴ്സ് എഫക്റ്റ് വേണം ഡീഫോൾട്ട് ആയിട്ട് എടുക്കാൻ. A 67-year-old patient presents with the diabetic CKD stage 3. ഇവിടെ ആൻസർ വരാം. പേഷ്യന്റിന് എന്താണ്, ഡയബറ്റിക് CKD ആണ് സ്റ്റേജ് 3. ഓക്കെ, അപ്പൊ നമുക്ക് കോമ്പിനേഷൻ കോഡ് അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ഡയബറ്റീസും CKDയും വരുമ്പോൾ നമ്മൾ ആദ്യം ഡയബറ്റീസിന് വേണം കോഡ് ചെയ്യാൻ. അപ്പോൾ ഫസ്റ്റ് കോഡ് വരാം E11.22. ഇവിടെ ടൈപ്പ് പറഞ്ഞിട്ടില്ല ഡയബറ്റീസിന്റെ, നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് എന്തെടുക്കാം, ടൈപ്പ് 2 എടുക്കാമല്ലോ. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റീസ് വിത്ത് ഡയബറ്റിക് CKD. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് കോഡ് കൊടുക്കുക, CKDയുടെ സ്റ്റേജ് N18.30. ഓക്കെ, ഇവിടെ സ്റ്റേജ് 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അതിൽ തന്നെ 3A ആണോ B ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, CKD സ്റ്റേജ് 3 അൺസ്പെസിഫൈഡിന്റെ കോഡ് കൊടുക്കാം. A patient presents on referral for a diabetic ulcer of the right great toe with the gangrene. On examination, there is swelling, discoloration, and necrosis extending into the bone. The patient will be admitted to the hospital for IV antibiotics and surgical intervention. The patient has type 2 diabetes mellitus. ഈ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്, പേഷ്യന്റിന് ഡയബറ്റിക് അൾസർ ഉണ്ട്. എവിടെയാണ്, റൈറ്റ് ഗ്രേറ്റ് ടോവില്. അത് മാത്രമല്ല ഗാംഗ്രീനെ ഉണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് ഗാംഗ്രീനയ്ക്കാണ്. ഗാംഗ്രീനെ പ്ലസ് ഡയബറ്റിസ് മെലിറ്റസ് വിത്ത് അൾസർ വരെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഗാംഗ്രീനയ്ക്ക് വേണം കോഡ് കൊടുക്കാൻ. അപ്പോൾ ഫസ്റ്റ് I96 ഗാംഗ്രീനെ നോട്ട് എൽസ്വെയർ ക്ലാസിഫൈഡ്, അതിന്റെ കോഡ് കൊടുക്കാം. രണ്ടാമതായിട്ട് നമ്മൾ എന്ത് കോഡ് കൊടുക്കണം, ഡയബറ്റിസ് മെലിറ്റസിന്റെ കോഡ്. ഇവിടെ ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ E11.621, അതായത് ടൈപ്പ് 2 ഡയബറ്റിസ് മെലിറ്റസ് വിത്ത് ഫൂട്ട് അൾസർ. ഓക്കെ, ഇനി മൂന്നാമതായിട്ട് നമ്മൾ എന്ത് കൊടുക്കുക, ഇവിടെ പ്രഷർ അൾസർ ആണോ അതോ നോൺ പ്രഷർ അൾസർ ആണോ, നോൺ പ്രഷർ അൾസർ ആണ്. കാരണം എന്താണ്, ഡയബറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള അൾസർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോൺ പ്രഷർ അൾസർ ആണ്. അതുകൊണ്ട് മൂന്നാമത്തെ കോഡായിട്ട് നമുക്ക് L97.514 നോൺ പ്രഷർ ക്രോണിക് അൾസർ ഓഫ് റൈറ്റ് ഹീൽ ആൻഡ് മിഡ് ഫുട്ട് വിത്ത് അൺസ്പെസിഫൈഡ് സിവിയാരിറ്റി. A 20-year-old patient with a type 1 diabetes mellitus is brought to the emergency department with a diabetic coma. The patient is being treated for the hypoglycemia which occurred due to the malfunctioning of insulin pump causing overdose. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ടൈപ്പ് 1 ഡയബറ്റിസ് മെലിറ്റസ് പേഷ്യന്റ് ആണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഡയബറ്റിക് കോമയായിട്ട്. പിന്നെ അത് മാത്രമല്ല പേഷ്യന്റിന് ഇപ്പോൾ എന്തുണ്ട്, ഹൈപ്പോഗ്ലൈസീമിയ ഉണ്ട്. മീൻസ് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുക. ഇതിന്റെ കാരണം എന്താണ്, ഇൻസുലിൻ പമ്പ് ഇവിടെ മാൽഫങ്ഷനിങ് ആണ്. അത് കാരണം ഇവിടെ എന്തായിട്ടുണ്ട്, ഓവർഡോസ് വന്നിട്ടുണ്ട്. അതായത് ഇൻസുലിന്റെ ഓവർഡോസ് ശരീരത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് T85.614A, അതായത് മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ ഓഫ് ഇൻസുലിൻ പമ്പ്. പിന്നെ A മീൻസ് എന്താണ്, ഇനീഷ്യൽ എൻകൗണ്ടർ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് എൻകൗണ്ടർ ആണ് എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡീഫോൾട്ട് ആയിട്ട് ഇനീഷ്യൽ എൻകൗണ്ടർ എടുക്കണം. ഇനി രണ്ടാമതായിട്ട് T38.3X1A,
അതായത് പോയിസണിങ് ബൈ ഇൻസുലിൻ ഓർ ഓറൽ ഹൈപ്പോഗ്ലൈസീമിക് ഡ്രഗ്സ് ആക്സിഡന്റൽ ഇനീഷ്യൽ എൻകൗണ്ടർ. പോയിസണിങ്ങിന്റെ കോഡാണ്. ഓക്കെ, ഇനി പോയിസണിങ്ങിൽ തന്നെ ആക്സിഡന്റൽ ആണോ ഇന്റൻഷനൽ ആണോ എന്ന് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ആക്സിഡന്റൽ വേണം കോഡ് എടുക്കാൻ ഡീഫോൾട്ട് ആയിട്ട്. ഇനി മൂന്നാമതായിട്ട് വരാം E11.641, അതായത് ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ കോഡ്. ടൈപ്പ് 2 ഡയബറ്റിസ് മെല്ലിറ്റസ് വിത്ത് ഹൈപ്പോഗ്ലൈസീമിയ. ഇപ്പോൾ ഇൻസുലിൻ പമ്പ് മാൾ ഫങ്ഷനിങ് ആണ്, അതിൽ അണ്ടർ ഡോസിങ് ആണ് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ, അതായത് ഡോസ് കുറഞ്ഞു പോവുക, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കോഡ് കൊടുക്കേണ്ടത് T85.614, അതായത് മെക്കാനിക്കൽ കോംപ്ലിക്കേഷൻ ഓഫ് ഇൻസുലിൻ പമ്പ്. രണ്ടാമതായിട്ട് T38.3x6, അതായത് അണ്ടർ ഡോസിങ് ഓഫ് ഇൻസുലിൻ. മൂന്നാമതായിട്ട് നമ്മൾ എന്ത് കൊടുക്കണം? കോഡ് ഫോർ DM, ഡയബറ്റിസ് മെല്ലിറ്റസിന്റെ കോഡ് കൊടുക്കാം. Thank you for watching. Don't forget to like, share and subscribe for more amazing content.